വർഷം മുമ്പാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നത്. അവിടെ ഒരു വല്ലാത്തൊരു മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് മാഷെ. നമ്മളെ നിങ്ങൾ ഓർക്കുമെന്നറിയില്ല, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലേ? ബാപ്പു എന്ന് പറഞ്ഞിട്ട്, ബാപ്പു, കേബിൾ ബാപ്പു എന്നല്ലേ പറയാം. അന്ന് പാരൻറ്റിങ് ക്ലാസ് എടുത്തത് രാത്രിയായിരുന്നു, അതുകൊണ്ട് ഉമ്മമാരും അമ്മമാരും ആരും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു അന്ന് എടുത്തത്. പക്ഷെ അന്ന് ബാപ്പു ഉണ്ടായപ്പം ബാപ്പു വല്ലാണ്ട് നല്ല രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്തു. തീർച്ചയായിട്ടും നല്ലൊരു പാരൻ്റ് ആയിരുന്നു ബാപ്പു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഓർത്തു പോവാണ്. തീർച്ചയായിട്ടും നമ്മളൊരു ക്ലാസ് തുടങ്ങുമ്പം നമുക്കൊരു പ്രതിജ്ഞ എടുക്കാറുണ്ട് അല്ലേ? ഒരു പ്രതിജ്ഞ എടുത്തിട്ടല്ലേ തുടങ്ങാൻ? അപ്പോൾ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എല്ലാവരും ഒന്ന് നിൽക്കുമോ? എല്ലാവരും നിൽക്കി കൈ ഈ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പാലിക്കണം കേട്ടോ, അല്ല നിങ്ങൾ സ്മാർട്ട് പാരൻ്റ് ആവില്ല. ഓക്കെ, എന്നാ ഉറക്കെ പറയാം കേട്ടോ. ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ മറ്റുള്ളവർ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ചെയ്ത കാര്യങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് ഞങ്ങൾ ചെയ്യില്ല. ഉറക്കെ പറ. ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ മറ്റുള്ളവർ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ചെയ്ത കാര്യങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വാക്കുകളെക്കാളും കൂടുതൽ ശക്തമാണ്. കുട്ടികൾ ഞങ്ങളെ നിരീക്ഷിക്കുകയും ഞങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി പറയല്ലേ, ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ മറ്റുള്ളവർ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് ചെയ്യില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വാക്കുകളെക്കാളും കൂടുതൽ ശക്തമാണ്. കുട്ടികൾ ഞങ്ങളെ നിരീക്ഷിക്കുകയും ഞങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾ നമ്മളെ നിരീക്ഷിക്കുകയാണ്. അപ്പൊ ദേഷ്യം പിടിക്കുന്ന ഒരു അമ്മയെ നോക്കി കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടി നന്നാകണോ? ആണോ? അല്ലേ? കുട്ടി ദേഷ്യം പിടിക്കാൻ പഠിക്കുക ചെയ്യാം. അപ്പൊ ഈ പ്രതിജ്ഞ പാലിക്കാൻ നിങ്ങൾ തയ്യാറാവണം കേട്ടോ. പാരന്റിങ് എന്ന് പറഞ്ഞാൽ അതൊരു സ്വമേധയാ നിങ്ങളൊരു കുട്ടിക്ക് ഗർഭം കൊടുത്ത് പ്രസവിച്ച് വരുന്നത് കൂടി തുടങ്ങുന്ന സ്വമേധയാ തുടങ്ങുന്ന ഒന്നാണോ? ആണോ? അല്ലേ? അല്ല, അത് പഠിക്കുക തന്നെ വേണം. പഠിച്ചിരുന്നെങ്കിൽ നിങ്ങളെ കുട്ടികളെ നിങ്ങളിപ്പോൾ നിങ്ങളെ അയൽവാസിനെ കുറിച്ച് വെറുതെ ചൂടാണോ? ദേഷ്യം പിടിക്കോ? പിന്നെന്താ നിങ്ങളെ കുട്ടികളോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? കാരണം എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ പറ്റിയതുകൊണ്ടാണ് അല്ലേ? അപ്പം നമ്മൾ കുട്ടികളെ പരിപാലിക്കാതെ പറഞ്ഞാൽ അത് പഠിച്ചെടുക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പം ഇവിടെ ഇതുപോലെ ഒരു ഓഡിയൻസ് ഇത്ര ആൾക്കാരൊന്നും അന്ന് രാത്രിയായിരുന്നു. അന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ന്യൂറോ സയൻസ് ഓഫ് പാരന്റിങ് എന്ന് പറഞ്ഞ ഒരു വിഷയമായിരുന്നു. അന്ന് അടുത്ത ആരുണ്ടോ അവിടെ? ഇല്ലല്ലേ? അന്ന് ഞാൻ പറഞ്ഞതെന്നറിയോ, ഒരുപക്ഷെ ഞാൻ ഈ പാരന്റിങ് ക്ലാസ് എടുക്കാൻ അർഹനല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ചുകൂടി അർഹതയുണ്ട്. കാരണം അന്ന് പഠിച്ച കാര്യങ്ങൾ പിന്നെ ഞാൻ തന്നെ കുറെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എൻ്റെ പാരന്റിങ് ഉഷാറായി. ഞാൻ ദേഷ്യം പഠിക്കാൻ നിർത്തിയപ്പോൾ കുട്ടികൾ നന്നാവാൻ തുടങ്ങി. എന്നൊക്കെ ഞാൻ ദേഷ്യം പിടിച്ച അന്നൊക്കെ കുട്ടികൾ കേടാവുക ചെയ്തത്. ഓക്കെ, നിങ്ങളെ രക്ഷിതാക്കൾ നിങ്ങളോട് ചെയ്ത അതേ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ കുട്ടികളോട് ചെയ്യണമെന്നുണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരൊക്കെ അല്ലേ? അന്നത്തെ സമയവും ഇന്നത്തെ സമയമൊക്കെ മാറി. ഇന്ന് കുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോണും മറ്റേതൊക്കെ കളിക്കാനുള്ളത്. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ മണ്ടപ്പം ചുട്ടൊക്കെ ഇരുന്ന് കളിച്ചിരുന്നില്ലേ? അതുപോലത്തെ ഒരു കാലമല്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും പാരന്റിങ് മാറിക്കൊണ്ടിരിക്കും അല്ലേ? നിങ്ങളെ കുട്ടികൾ നിങ്ങളെ സ്വപ്നങ്ങൾ പൂവണിയിക്കുമെന്ന് വിശ്വാസമുള്ള ആരാളുള്ളത്? ഉണ്ടോ? ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി സ്വപ്നം കാണാൻ പറ്റൂല. ഓരോ കുട്ടികളെ കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള സ്വപ്നം ആരാ കാണേണ്ടത്? ആരാണ്? യെസ്, ഒരു ക്ലാപ്പ് പിടിക്കുക എല്ലാവരും. മക്കൾ തന്നെ കാണണം, മറ്റൊരാൾക്ക് കാണാൻ പറ്റൂല അല്ലേ? പഠനവും റിസൾട്ടും എല്ലാം തോന്നുന്നുണ്ടോ? പഠിച്ച് മാർക്കിട്ടാൽ മാത്രമാണോ എല്ലാം? അല്ല എന്നുള്ളതൊക്കെ ഒന്ന് കൈവെക്കോ? ഓക്കെ, വെരി ഗുഡ്. ഇവിടെ പാരന്റിങ്ങിന്റെ ക്ലാസിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം
നമുക്കൊരു പെർഫെക്റ്റ് പാരന്റിങ് ചെയ്യണം തോന്നുന്നുണ്ടോ? പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരു ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത് അല്ലേ? ഒരു ബ്ലാങ്ക് ആയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ നിറച്ചു കൊടുക്കേണ്ടത് എന്താണ്? ദേഷ്യവും ശകാരവും, ഇങ്ങോട്ട് ചെയ്യുക അങ്ങോട്ട് ചെയ്യുന്നുള്ള കണിശ നിയമങ്ങളുമാണോ നമ്മൾ നിറച്ചു കൊടുക്കേണ്ടത്? ആണോ? അല്ലേ? അല്ല, മറിച്ച് സ്നേഹവും ഒരുപാട് മൂല്യങ്ങളും ഒക്കെയാണ് നമ്മൾ നിറച്ചു കൊടുക്കേണ്ടത് അല്ലേ? അപ്പം നമുക്ക് നേച്ചുറലായിട്ട് ഒരു പാരൻറ്റിങ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എൻ്റെ രക്ഷാകർതൃത്വം, എൻ്റെ പാരൻറ്റിങ് ഒരു പരാജയമായിരുന്നു എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? എപ്പോഴെങ്കിലും കുട്ടികൾ നിങ്ങൾ അനുസരിച്ച് ചെയ്യാത്തപ്പോൾ എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? അല്ലേ? നമ്മളെപ്പോഴും എന്താണെന്നറിയോ, നമ്മൾ കുട്ടികളെ പാരൻറ്റ് നമ്മൾ ആ ഒരു കുട്ടികളുടെ ആ ഒരു നിമിഷത്തിൽ അവരുടെ വികാരങ്ങളിലോട്ടോ അവരുടെ ഫീലിങ്സിലോട്ടോ നമ്മൾ ശ്രദ്ധിക്കൂല. അവർ ചെയ്ത പ്രവൃത്തിയിലേക്ക് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരും ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടക്കാം. എല്ലാവരും ഒന്ന് കണ്ണടക്കി. നിങ്ങളെ കുട്ടി ഏറ്റവും സന്തോഷിച്ച ഒരു മുഹൂർത്തം, ഒരു നിമിഷം മനസ്സിൽ കാണാം. ഏറ്റവും സന്തോഷിച്ച, ഓക്കെ. ഇനി നിങ്ങളെ കുട്ടി ഏറ്റവും കൂടുതൽ വേദനിച്ച, ഒരുപാട് ആശങ്കയോടെ നിന്ന, ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് സങ്കല്പിച്ചോ. ഇനി ഈ നിമിഷങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ ഇതാക്കിയായിരുന്നു ചെയ്തത്? ഓക്കെ, ഇനി കണ്ണ് തുറക്കാം. അപ്പം നമ്മളെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നാളേക്ക് വേണ്ടി സ്വപ്നം കാണാനല്ല, ഇന്നലകളിൽ ജീവിക്കുകയല്ല ചെയ്യുക. ഈ നിമിഷം എന്തരങ്ങേറുന്നു എന്നുള്ളത് നമ്മൾ അവെയർ ആവണം. അതാണ് ഇപ്പോൾ ഒരു കുട്ടികളെ പരിപാലിക്കുന്ന കാര്യത്തിലൊക്കെ ആ നിമിഷത്തിൽ അവരെങ്ങനെ വേദനിക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങൾ ആ പ്രവൃത്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മൾ പാരൻറ്റിങ് നല്ല ഊഷ്മളാക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ കുറേ പേരുണ്ടല്ലോ, ഒരാൾ പാരൻ്റായിട്ടും ഒരാൾ കുട്ടിയായിട്ടും അഭിനയിക്കാൻ വേണ്ടത്. ഓക്കെ. അപ്പം എന്താ, 1 മിനിറ്റ് വെച്ചിട്ട് നിങ്ങളെ കുട്ടീൻ്റെ, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, നിങ്ങളെ കുട്ടിയുടെ ഒരു നല്ലൊരു വൈകാരികമായ ഒരു മുഹൂർത്തം നിങ്ങളെ കൂടെയുള്ള ഒരാളോട് ഷെയർ ചെയ്യാം. ഓക്കെ. എന്നിട്ട് അവർക്ക് ആ ഷെയർ ചെയ്യുമ്പം അവരെന്ത് ഫീലിംഗ് ആണ് അവർ അനുഭവിച്ചതെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ? നിങ്ങളെ കുട്ടിയുടെ ഇപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ ഉറങ്ങാൻ നേരത്തെ എന്തെങ്കിലും ചെയ്യൂലേ, അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചെയ്യും. അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഒന്ന് ഷെയർ ചെയ്യും. എന്നിട്ട് മറ്റാളത് കേൾക്കുക. പറഞ്ഞോളി. പ്രതികരിക്കരുത്, കേട്ടിരുന്നാൽ മാത്രം മതി. ടീച്ചറോടും പറയാം. ഇനി അടുത്തത് വീണ്ടും റോള് മാറ്റുക. അതിലേക്ക് തന്നെ ശ്രദ്ധിക്കണം, അവർ പറയുന്ന കാര്യത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കണം. ഈ ഒരു ശ്രദ്ധയാണ് നമുക്ക് എപ്പോഴും പാരൻറ്റിങ്ങിൽ വേണ്ടത്. ഈ ഒരു ശ്രദ്ധ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളെ വൈകാരിക മൈൻഡ് കൊണ്ട് പലതും പ്രതികരിച്ച് നമ്മൾ എവിടേക്കോ എത്തിപ്പോകും. അപ്പോൾ ഓരോ നിമിഷവും പാരൻറ്റിങ്ങിലെ ഓരോ നിമിഷവും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ കാണിച്ച ശ്രദ്ധ അല്ലേ, ഈ കേൾക്കാനും പറയാനും അവരെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു ശ്രദ്ധയാണ് നമുക്ക് എപ്പോഴും ആവശ്യം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ ബോധപൂർവം തന്നെ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? ബോധപൂർവം അവരുടെ വികാരങ്ങളിലേക്ക് അവർക്ക് എന്ത് മുറിവേൽക്കുന്നുണ്ടോ, അവർ ചിലപ്പം വളരെ സന്തോഷത്തോടെ വരുന്ന ഒരു സാഹചര്യത്തിനായിരിക്കും രക്ഷിതാക്കൾ എന്ത് പറയുന്നത്, ദേഷ്യത്തോടെ കാണുന്നത് അല്ലേ? അവരാ സന്തോഷം എന്നുള്ള വികാരം നമ്മൾ മനസ്സിലാക്കില്ല എന്ന് മാത്രമല്ല, നമ്മൾ തല തിരിച്ചാ പ്രതികരിക്കുക. ചിലപ്പോൾ ഓരോ കൂട്ടുകാരെ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി കുറച്ച് കഴിഞ്ഞ് സന്തോഷത്തോടെ വരുമ്പോഴായിരിക്കും രക്ഷിതാക്കൾ എന്താ മോനെ വൈകിയതെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരെ സന്തോഷത്തിന് ഒന്ന് കാണാൻ ഇല്ലല്ല, ആ സന്തോഷത്തിന് നമ്മളൊന്ന് കാണേയില്ല. അവസാനം എന്താവും?
നേരെ തല തിരിച്ചുള്ളൊരു എഫക്റ്റും ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു 4 തരം പാരൻറ്റിങ് സ്റ്റൈൽസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു പിതാവ് ഇങ്ങോട്ട് നോക്കി നിൽക്കും, അമ്മ ഇങ്ങോട്ട് നോക്കി നിൽക്കും, കുട്ടി ഇങ്ങോട്ട് നോക്കി നിൽക്കും, എല്ലാവരും അവനവൻ്റെ പാട്ടിന് അങ്ങനെ നടക്കുന്ന ഒരു പാരൻറ്റിങ്. അങ്ങനെ പാരൻറ്റ് ചെയ്യുന്നവരാരും ഉണ്ടോ അവിടെ? കുട്ടീൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കാര്യത്തിലും ഭർത്താവിൻ്റെ ഭാര്യത്തിൻ്റെ കാര്യം എല്ലാവരും അവനവൻ്റെ ലോകത്ത് അങ്ങനെ പോകും. അങ്ങനെ പോകാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ആരും അങ്ങനത്തെ ഒരു ഇല്ലല്ലേ. എന്തൊക്കെ സ്മാർട്ട് പാരൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് എന്താവുമെന്ന് അറിയോ, അവർ കുറച്ചുകൂടി വല്ലാണ്ട് വികൃതിയൊക്കെ കാണിക്കാനും അവർക്ക് സ്വന്തത്തെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം കുട്ടികളാണ് നമ്മളെ രക്ഷിതാക്കൾ ഒരു അറ്റൻഷനും കിട്ടാതെ വളരുന്ന കുട്ടികളാണ് എന്തിനു അടിമപ്പെടുക? ലാസ്റ്റ് എന്തിനു അടിമപ്പെടുക? എന്തിന്? ലഹരിക്കും മറ്റൊക്കെ അടിമപ്പെട്ടു പോവാ അല്ലേ? അവർക്ക് ഇത്തരം കുട്ടികൾക്കാണ് പിന്നെ ഒരുപാട് സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ വരിക അല്ലേ? രണ്ടാമത്തെ ഒരു പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവർ കുട്ടികളങ്ങോട്ട് കുളിപ്പിച്ച് കൊളാക്കുക എന്ന് പറയാറില്ലേ, അതുപോലെ ഭയങ്കര സ്നേഹം അങ്ങോട്ട് കൊടുക്കും. ഇപ്പുറത്തുനിന്ന് പിതാവിൻ്റെ വക ഒരു സ്നേഹം, ഇപ്പുറത്ത് മാതാവിൻ്റെ വക ഒരു സ്നേഹം, കുട്ടിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആത്മഹത്യാ വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. ഒരുപക്ഷെ എന്തായിരിക്കും സംഭവിച്ചത്? ആ കുട്ടിക്കാലത്ത് ആ രക്ഷിതാക്കൾ വല്ലാതെ കെയർ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്താ സംഭവിക്കുക? ഈ കെയർ അവിടെ നിന്ന് കിട്ടാതെ വരുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ അവബോധം ഇല്ലാതായി പോകും. മനസ്സിലായില്ലേ? അവർക്ക് എന്തിനും ഈ രക്ഷിതാക്കൾ വേണം, ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വളരുക. പിന്നീട് വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞൊക്കെ പോകുമ്പോൾ എന്താവും, ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വരും. അങ്ങനത്തെവരാണ്. അങ്ങനത്തെ ഒരു പാരൻറ്റിങ് നമുക്ക് പറ്റുമല്ലേ? ഉണ്ട് എന്നുള്ളതൊക്കെ കൈവക്ക്. കുട്ടികളെ വല്ലാണ്ട് അങ്ങോട്ട് എന്തൊക്കെ പറയുമ്പോഴേക്കാട് വാങ്ങിക്കൊടുത്തും അങ്ങോട്ട് വഷളാക്കുന്ന പാരൻറ്റിങ് നല്ലതാണോ? ആണോ? അല്ലേ? എല്ലാവരും ഉറക്കം പറ. അല്ല. ഓക്കെ, അപ്പം അതും നല്ല പാരൻറ്റിങ് അല്ല. പിന്നെ മൂന്നാമത്തെ വേറൊരു പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുക, ഒരു രക്ഷയില്ല. കുട്ടിയൊന്ന് ഭയങ്കര അച്ചടക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസിനെ പോലെ വളർത്തുന്ന രക്ഷിതാക്കളുണ്ട്. അത് പറ്റുമോ? ആ കുട്ടികൾക്കും ഒരുപാട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും മറ്റും, ആ കുട്ടികൾ വളരെ ക്രിമിനലൊക്കെ ആയി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് വേണ്ട ഒരു പാരൻറ്റിങ് എന്താണ്? ഇന്നത്തെ നമ്മളെ ടൈറ്റിൽ എന്താണ്? സ്മാർട്ട് പാരൻറ്റിങ് അല്ലേ? അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ യുഗത്തിൽ നമുക്ക് വേണ്ടത് എന്താണ്? സ്മാർട്ട് പാരൻറ്റിങ് ആണ്. സ്മാർട്ട് പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടികൾ നന്നാക്കി എടുക്കുകയും വേണം, എന്നാൽ അവരെപ്പോഴും സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുകയും വേണം, അവരെ വികാരങ്ങൾ മനസ്സിലാക്കുകയും വേണം, എന്നാൽ അവർ വഴിതെറ്റാതെ നോക്കുകയും വേണം. അതാണ് സ്മാർട്ട് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്നേഹവും വേണം, നമുക്ക് നിയന്ത്രണവും വേണം അല്ലേ? ഒരിടത്ത് വെറും കൺട്രോൾ മാത്രമാണ് നേരത്തെ ഒരു പാരൻറ്റിങ്ങിലുള്ളത്, വേറൊന്നിൽ വെറും സ്നേഹം മാത്രം. അതല്ല, ഇത് രണ്ടും വേണം അല്ലേ? കുട്ടികളുടെ ശക്തികളിൽ കേന്ദ്രീകരിക്കണം. ഇവിടെ എത്ര രക്ഷിതാക്കളുണ്ട് കുട്ടികളോട് ദേഷ്യം പിടിക്കല്ലാതെ കുട്ടികളുടെ നല്ല ക്വാളിറ്റിയിൽ അപ്രിസിയേറ്റ് ചെയ്ത് ആരൊക്കെ ഉണ്ട്? ഓക്കെ, ഒരു രക്ഷിതാവ് വരട്ടെ. നിങ്ങളെ കുട്ടിയിലെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഏതാ? ഒരു അമ്മ എന്നുള്ള നിലക്ക് എന്താണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി? എന്ത്? അനുസരണ. ഒരു ക്ലാപ്പ് പിടിക്കും എല്ലാവരും. നിന്റെ കുട്ടിയിൽ ഏതാ നല്ല ഓക്കെ, എന്താണ് അനുസരണം. അപ്പം എല്ലാവർക്കും ഒരു ക്ലാപ്പ് പിടിക്കും. ഏതായാലും അത് സ്കൂളിൻ്റെ ഒരു വിജയം കൂടിയാണ്. നല്ല അല്ലേ? എല്ലാവർക്കും നല്ല. അപ്പോൾ അവരുടെ ശക്തികളിൽ നമ്മൾ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യണം. അവരൊരു വികൃതി കളിക്കുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുന്നതിന് പകരം അവർക്ക് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ചില കുട്ടികൾ ചില നല്ല കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യും. അതൊക്കെ അവരെങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും അവർ വികൃതി കളിച്ചു, അവരിങ്ങനെ കളിച്ചു, അവർ കൂട്ടുകാരോട് ഇങ്ങനെ പോയി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങളിൽ നമ്മൾ പിന്നെ നമ്മളെപ്പോഴും അവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ? ഇപ്പോൾ നിങ്ങളൊക്കെ കുട്ടികളോട് സംസാരിക്കുമ്പം ഫോണും കൈ പിടിച്ച് സംസാരിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? എത്ര പേരുണ്ട്? ആരുമില്ല. കുട്ടികളുടെ കയ്യിൽ ഫോണായിരിക്കും അല്ലേ? അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന 5 ഗിഫ്റ്റുകൾ പറഞ്ഞു കേട്ടോ. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മളെപ്പോഴും പരാജയത്തെ അഭിമുഖീകരിക്കാൻ പഠിക്കണം. ഇവിടെ കുട്ടികൾ മാർക്ക് കുറഞ്ഞിട്ട് ശിക്ഷിച്ച് എത്ര പേരുണ്ട്?
ഇവിടെ ഇപ്പോൾ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് കുറേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞ കുട്ടികൾ വലിയ മോശമാണോ? ഒരിക്കലും അല്ല. മാർക്ക് കുറയും. നമ്മളിപ്പോൾ ജപ്പാനിലൊക്കെ രക്ഷിതാക്കൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. നമ്മളിപ്പോൾ ഒരു കുട്ടിയൊന്ന് വീണാൽ നമ്മളെ നാട്ടിലെ അമ്മമാരെ എന്താ ചെയ്യാ? ഒരടി കൊടുക്കുകയല്ല, നമ്മൾ വളരെ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യുക. എന്നാൽ ജപ്പാനിലെ ആൾക്കാർ എന്താ പറയാന്നറിയോ? അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാം. ജപ്പാനിൽ അവരെ കണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് നല്ല ഫിലോസഫി ഉള്ളത്. നമ്മൾ ഒരു കുട്ടി എപ്പോഴാണ് സ്ട്രഗിളിങ് തുടങ്ങുന്നത്? കുട്ടി എപ്പോഴും ഏറ്റവും കൂടുതൽ അടിപിടി കൂടുന്ന സമയം എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ ഗർഭപാത്രത്തിൽ വെച്ചാണ്. മനസ്സിലായില്ലേ? അവിടുന്ന് കുട്ടി സ്ട്രഗിൾ ചെയ്ത് തുടങ്ങുകയാണ്. അവിടുന്ന് ഇല്ല, പിന്നെ ആ ഒരു സമയത്ത് തന്നെ കുട്ടിയുടെ ഈ ഒരു എന്താ പറയുക വീഴ്ചയും താഴ്ചയും ഉയർച്ചയും ഒക്കെ തുടങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? പിന്നെ നമ്മൾ കുട്ടിയൊക്കെ കൊടുക്കേണ്ടത് നല്ല ഓർമ്മകളുടെയും കോൺസെൻട്രേഷൻ, ഫോക്കസ് ചെയ്യാനുള്ള കഴിവാണ്. നമ്മൾ ചിലപ്പോൾ കുട്ടിയൊക്കെ നമുക്കറിയാം, ഇപ്പം ഈ കുട്ടിയൊക്കെ ഓർമ്മശക്തിയും പഠിക്കാനുള്ള ഫോക്കസൊക്കെ നന്നായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാളുള്ളത്. ഒരു കുട്ടീൻ്റെ കയ്യിൽ നിങ്ങൾ ഗെയിം കളിക്കാൻ കൊടുത്താൽ എത്ര സമയം ഒരു കളിക്കും? എത്ര സമയം കളിക്കും? എത്ര വേണേലും കളിക്കും. അത് കുട്ടികൾക്ക്, ഇന്നത്തെ കുട്ടികൾക്ക് മുമ്പുള്ളവരെക്കാൾ കോൺസെൻട്രേഷൻ ഉണ്ട് എന്നല്ല തെളിവ് അല്ലേ ടീച്ചറെ? മുമ്പുള്ളതിനേക്കാളും ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്നല്ല, പക്ഷെ നമുക്ക് പഠനവും അതുപോലെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയാക്കി മാറ്റിയാൽ മതി. അല്ല, അതിന് വേറുണ്ട്. നമുക്ക് അത് തിരിച്ച് പഠനം അവരൊരു ഗെയിമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. അപ്പം എന്താവും? അവർക്ക് അതിലും കോൺസെൻട്രേഷൻ കിട്ടും അല്ലേ? പഠനത്തിൽ ഇതുപോലെ ഗെയിം സ്പിരിറ്റ് കാണിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഏതോ കുട്ടികളുണ്ടോ അവിടെ? പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഗെയിമിൻ്റെ അതേ സ്പിരിറ്റോടെ. അതാണ് കുട്ടികൾക്ക് നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യണം? പഠനം നമ്മളൊരു ഫണ്ണാക്കണം. ഒരു വല്ലാതെ സ്ട്രെസ്ഫുൾ ആവരുത്. എടാ, നിനക്ക് പഠനം എങ്ങനെയാണ്? ഭയങ്കര ഇൻട്രസ്റ്റിംഗാ? ഗെയിമാണോ ഇൻട്രസ്റ്റ്, പഠനമാണോ? വെരി ഗുഡ്. ഒരു ക്ലാപ്പ് പിടിക്കും എല്ലാവരും. ഒരു ക്ലാപ്പ് പിടിക്കും എല്ലാവരും. ഇവരോ വലിയ എന്താണ് നിനക്ക് പഠനം? വെരി ഗുഡ്. എല്ലാവർക്കും ഒരു ക്ലാപ്പ് പിടിക്കും. നിനക്കോ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ നിനക്ക് എന്താ ഇഷ്ടം? പഠിക്കാനാണോ ഇഷ്ടം, ഗെയിം കളിക്കാനാണോ ഇഷ്ടം? വെരി ഗുഡ്. എല്ലാവരും ഒരു ക്ലാസ് പഠിക്കും. അപ്പൊ കുട്ടികൾക്ക് അതൊരു ഫണ്ണാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. പഠനത്താണ് അവർക്ക് ഇഷ്ടം. പഠനം. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഗെയിം സ്പിരിറ്റ് പഠനത്തിലേക്ക് മാറ്റാൻ പറ്റണം. ഇപ്പൊ ഞാനൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ വേണ്ട മാഷെ കണ്ടിട്ടില്ലേ? എപ്പോഴും പഠനത്തിനാണ് നമ്മൾ താല്പര്യം കൊടുക്കുക. പണ്ടൊക്കെ കോഴിക്കോട് പോയാൽ ഞാനിങ്ങനെ സിനിമ കാണാനായിരുന്നു പോലെ. പിന്നെ ഇപ്പം ഞാൻ കോഴിക്കോട് പോയാൽ എന്ത് ചെയ്യും? ആ സിനിമ കാണുന്ന സമയം ബീച്ചിലൊക്കെ പോയിട്ട് ഒരുപാട് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ഹോബിയായി മാറി. ഇപ്പം എനിക്ക് സിനിമ കാണുന്നേക്കാളും ആവേശം ഈ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിന് തന്നെ ഈ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ 5-8 കണ്ടന്റ് ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതൊരു ഹോബിയാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ രക്ഷയല്ല. മനസ്സിലായില്ലേ? പിന്നെ ഒരു രസം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളും പഠിക്കണം. പഠനം എന്ന് പറഞ്ഞാൽ അത്രക്ക് ഒരു സംഗീതം കേൾക്കുന്നതിനേക്കാളും സൗന്ദര്യമുള്ള കാര്യമാണ്. കാരണം ഒരു കാര്യം പഠിക്കുമ്പം നമ്മളൊരു മൂവി ഡയറക്ടറും ഒരു ആക്ടറും ഒക്കെ ആയിട്ട് മാറും അല്ലേ? പിന്നെ നമുക്കൊരിക്കലും വാർദ്ധക്യം വരികയില്ല. നമ്മൾ നിത്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിന് വാർദ്ധക്യം വരില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് പുതിയ ഭാഷകളൊക്കെ പഠിക്കുക. അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ബംഗാളികളും ഇവരൊക്കെ ഉള്ളവർ ബംഗാളി ഭാഷ നമ്മൾ പഠിക്കണം അല്ലേ? ഇപ്പം എനിക്ക് ഹിന്ദി അത്യാവശ്യം നന്നായിട്ട് പറയാനറിയാം. കാരണം ഇവിടെ ഹിന്ദി പേഷ്യൻസ് ഒരുപാട് വരുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഹിന്ദി ഒരു മാതൃഭാഷ പോലെ പറയാനായി. അപ്പോൾ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ അയൽപക്കത്തൊക്കെ ബംഗാളീസൊക്കെ ഉണ്ട്, ഓരോരുത്തൊക്കെ പോയി പഠിക്കുക. അത് നിങ്ങളെ എന്നും യങ്ങായി നിർത്തും എന്നുള്ള, ചെറുപ്പമായി നിർത്താൻ ആഗ്രഹമല്ലേ? ഉണ്ടോ? ഇതെല്ലാവർക്കും അത് തന്നെയാണ് ആഗ്രഹം. ചെറുപ്പമായി നിൽക്കണം എന്നാണ് ആഗ്രഹം. അതിനുള്ള ഏറ്റവും നല്ല ഷോർട്ട് കട്ട് പഠിക്കുക എന്നുള്ള അല്ലേ മാഷ്മാർ പൊതുവേ എപ്പോഴും പഠനത്തിന് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ശ്രദ്ധിച്ചെടുത്തോളം അല്ലേ? അപ്പം നമുക്കൊരു ചെറിയൊരു ഗെയിം കൂടിയും കളിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പഠനത്തെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ഇതൊക്കെ LP വിഭാഗമല്ലേ? എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ ഒരു രക്ഷിതാവ് മറ്റൊരു രക്ഷിതാവിനോട്, ഒരാൾ കുട്ടിയായി നിൽക്കുക, ഒരാൾ രക്ഷിതാവായിട്ടും
ഓക്കെ. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഷേപ്പിനെ കുറിച്ചോ അനിമൽസിനെ കുറിച്ചോ പ്ലാനറ്റ്സിനെ കുറിച്ചോ ഒക്കെ ആണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ ആകാംക്ഷയോടെ ഓരോട് ചോദിക്കണം. എന്ത് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരൂ, അതെങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള ആകാംക്ഷയോടെ നിങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളെ കുട്ടികളോട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. കുട്ടികളോട് നിങ്ങൾ റെക്കോർഡ് ആകുന്നില്ലേ? ഓക്കെ. കുട്ടികളോട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതേപോലെ ചെയ്യണം. നിങ്ങൾ കുട്ടികളെ നിങ്ങളെ ടീച്ചറാക്കി മാറ്റണം. നിങ്ങൾ കുട്ടികളോട് പറയരുത്. ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും കുട്ടി നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ഈ കുട്ടീൻ്റെ രക്ഷിതാവ് ഇവിടെ ഉണ്ടോ? രക്ഷിതാവ് നിന്റെ എവിടെ? വരി വാ. നീ ഇന്നലെ രാത്രി പഠിച്ച കാര്യങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് നിന്റെ ഉമ്മാക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എന്തെങ്കിലും പഠിച്ചൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തന്നെ, മാഷ് പഠിപ്പിച്ചു തന്നെ. എന്തായിരുന്നു എന്നെ പഠിപ്പിച്ച കഴിഞ്ഞ ദിവസം? എന്താ ഇന്നലെ എന്തെങ്കിലും ഒന്ന് നിന്റെ ഉമ്മ ഇങ്ങനെ താല്പര്യത്തോടെ നിൽക്കുകയാണ് പഠിക്കാൻ വേണ്ടി. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. നിന്റെ മാഷെ പോലെ, നീയാണ് ഉമ്മാൻ്റെ മാഷ്, പഠിപ്പിച്ചു കൊടുക്കും. ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒന്ന് ചമ്മലാന്ന് തോന്നുന്നു അല്ലേ? ചമ്മലില്ലാത്ത ആരാളുള്ളത്? ചമ്മലില്ലാത്ത വാ ഓന് ചമ്മല്ല. വാ ആരാ? മോള് വാ. ഇത് ഉമ്മാക്കാണ് ചമ്മൽ എന്നുണ്ട്. ആരാ വരുന്നത്? വാ. രക്ഷിതാവും വരി. വാ. രണ്ടാളോടും വരി. വാ. എന്നായിക്കോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? രക്ഷിതാക്കൾ ഒരാളും കുട്ടിയും വാ അമ്മയും വാ. നീ എന്താ സ്കൂളിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും ഒന്ന് എൻ്റെ ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുക്കും. നിന്റെ മാഷ് പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചു കൊടുക്കും. എനിക്കല്ല, നിനക്കാ പഠിപ്പിച്ചത്. നീ ചോദ്യം ചോദിക്കണം. അപ്പോൾ നിന്റെ ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുക്കും. മടിയായിരിക്കും. അല്ല, കുട്ടികൾക്ക് മടിയായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഒരു മിനിറ്റ് കൊണ്ട് ഒരാൾ രക്ഷിതാവ്, ഒരാൾ കുട്ടിയായി. ആരാണ്? ഓക്കെ. വാ. അബീരു വാ. എവിടെ നിന്റെ അമ്മ എവിടെ? ഓക്കെ. നമ്മൾ എന്താ പഠിപ്പിച്ചു കൊടുക്കുക. നിന്റെ അമ്മക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് സ്റ്റുഡൻ്റ് കേട്ടോ, ഇത് എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ നീ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കണം എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പഠിപ്പിച്ചു കൊടുത്തു. ഇന്നലെ പഠിച്ച എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കുക. ഓക്കെ. ഇതുപോലെ എന്ത് ചെയ്യാം? നിങ്ങൾ കുട്ടികളോട് എന്നും പോയിട്ട് നിങ്ങളെ അധ്യാപകനായിട്ട് കുട്ടികളെ മാറ്റണം. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ഈ ഗെയിം സ്പിരിറ്റ് വരും പഠിപ്പിക്കുന്ന കാര്യത്തിൽ. ഓരോ ദിവസവും വൈകുന്നേരം ചെന്നാൽ അല്ലേ മാഷ് അത് മോണിറ്റർ ചെയ്യണം. പിന്നെ ഇവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഓരോ ദിവസവും കുട്ടികൾ വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നത് എന്താ പഠിച്ചത്, എന്താ പഠിപ്പിച്ചത്, എന്നെ ഒന്ന് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിലും നിങ്ങൾക്കൊന്നും അറിയാത്തതുപോലെ അവരോട് ചോദിക്കാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുപോലെ അവരോട് ഓരോ കാര്യങ്ങളും ചോദിക്കാം. മനസ്സിലായില്ല? അപ്പോൾ അവർക്ക് ഇതിന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി വരും. പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പഠിച്ചാൽ കുട്ടി 90% ക്യാപ്ചർ ആവുന്നു അല്ലേ? ഇപ്പം ഞാനൊക്കെ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവരും വിചാരിക്കും എന്തിനു വേണ്ടിയാണ്. എനിക്ക് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല, ഫേസ്ബുക്കിലും ഉണ്ടാക്കാനല്ല. പക്ഷെ എന്താണ്, നമുക്ക് ജീവിതകാലം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യം അത് തരുന്നുള്ളത്. ഇപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറേ പഠിക്കണമല്ലോ. ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഒരു 10 വാക്ക് ഉണ്ടാക്കണമെങ്കിൽ 1000 വാക്ക് പഠിക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നിലനിർത്താനാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? നിങ്ങളെന്നും കുട്ടികളോട് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ഈ റോള് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് അപ്പം മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ വെറും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാത്രമൊന്നല്ല പഠിക്കാം. കുട്ടികൾക്ക് വേണമെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടൊക്കെ പഠിക്കാം. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യും. ചിലപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് വ്യായാമമൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ചില കുട്ടികൾക്ക് നടന്നുകൊണ്ട് പഠിച്ചാൽ കൂടുതൽ പഠിക്കാം. ഇപ്പോൾ മോട്ടിവേഷൻ ട്രെയിനർമാരൊക്കെ കണ്ടിട്ടില്ലേ?
വളരെ ഇങ്ങനെ നടന്ന് യു ക്യാൻ വിൻ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ആവേശത്തോടെ അത് കേൾക്കും, നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കും അല്ലേ. അപ്പം അതുപോലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികളെ കൊണ്ട് നമ്മൾ വായന ശീലാക്കണം. പാഠപുസ്തകങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും വായിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ടോ? ഉണ്ടോ അല്ലേ? ഉണ്ടോ? കൈപൊക്കിയോ? കൈപൊക്കി നിന്ന് കൈപൊക്കി നിന്ന് വളരെ ന്യൂനപക്ഷാന്നുണ്ടല്ലേ മാഷെ. നമ്മൾ പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം അല്ലേ. പാഠപുസ്തകം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് പോലെ പഠിച്ച കാര്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യിപ്പിക്കണം. വല്ലാണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കളയാതെ ഓരോ കുട്ടിക്കും ഒരു ചാനൽ തുടങ്ങി കൊടുക്കുക. എന്നിട്ട് പോലെ പഠിച്ച കാര്യങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തോട്ടെ. അവർക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് ആവും, ഇതിനും ഇൻട്രസ്റ്റ് ആവും. വല്ലാണ്ട് ഇങ്ങനെ അതിൻ്റെ പിറകെ എത്ര സബ്സ്ക്രൈബർ ഒന്നും നോക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് പൈസ കിട്ടാനൊന്നുമല്ലല്ലോ അല്ലേ, നമ്മളെ പ്രൊഫൈലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ ഇതുപോലെ അറിവുണ്ടാക്കുന്ന കാര്യങ്ങളും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നൊരു ശീലം ഉണ്ടാക്കിച്ചാൽ പറ്റും. പിന്നെ ഒരുപാട് ചെസ്സ് കളിക്കുന്ന കുട്ടികൾ ആരൊക്കെ ഉള്ളത്? കൊല്ലം 2 അവാർഡാണ് നമ്മളെ ഇന്ത്യയിൽ കിട്ടിയത്. ചെസ്സ്, സുഡോക്കു, പദപ്രശ്നം, ഇതൊക്കെ കുട്ടികളെ ബുദ്ധി വളർത്താൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗെയിംസാണ്. നമുക്ക് കുട്ടികൾ അങ്ങനത്തെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ കുട്ടികൾക്ക് പഠനം അവരെ എൻജോയബിൾ ആക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യം രക്ഷിതാക്കൾ മാറിയാലേ കുട്ടികൾ മാറുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ളൊരു ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഭക്ഷണത്തിന്. നിങ്ങളെ കുട്ടികൾ ഈ ഒരാഴ്ച എത്ര പ്രാവശ്യം ജങ്ക് ഫുഡ്സ് കഴിച്ചിട്ടുണ്ടാവും? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എത്ര കഴിച്ചിട്ടുണ്ടാവും? നിങ്ങളൊക്കെ അടുക്കളയിൽ ചെന്നാൽ കുട്ടികൾക്ക് കയ്യെത്തും ദൂരത്ത് കിട്ടുന്ന ഭക്ഷണ വസ്തുക്കൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണോ അതോ ബേക്കറി അങ്ങനത്തെ സംഭവങ്ങളാണോ? ആണോ? എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സ് ഒരു ക്ലാപ്പ് പിടിക്കുമോ? അപ്പം നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ 93% കുട്ടികളും പാക്കേജ്ഡ് ഫുഡ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുന്നവരാണെന്നാണ് പറയുന്നത്. 50% ആൾക്കാർ പല തവണകളായിട്ട് ആഴ്ചയിൽ കഴിക്കുന്നവരാണ്. അപ്പോൾ കുട്ടികൾക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? അത് കുട്ടിക്കാലം തൊട്ടേ തുടങ്ങും. നിങ്ങൾ വിചാരിക്കേണ്ട നമ്മളിപ്പം കൊടുക്കുന്ന ജങ്ക് ഫുഡ്സ് ഒന്നും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഒരു അറ്റാക്കിൻ്റെ ഫസ്റ്റ് സാധ്യത തുടങ്ങുന്നത് ഒരു 2-ാം വയസ്സിൽ തുടങ്ങും ബ്ലോക്ക് ഉണ്ടാവാൻ. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഒരു സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ ഒരു ഇതോ ആയിട്ട് തുടങ്ങുന്നതല്ല. ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ എത്ര ഭക്ഷണം എത്തിക്കഴിഞ്ഞാലും അത് അവസാനം നമ്മുടെ ശരീരത്തിലൂടെ ആഗിരണം ചെയ്തിട്ട് അത് ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് പരിവർത്തനം ചെയ്ത് അവസാനം അതങ്ങോട്ട് വലിയ ബ്ലോക്കായിട്ട് മാറുക ചെയ്യാം. അപ്പോൾ അതിന് നമ്മളൊരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ മഴവില്ല് കണ്ടിട്ടുണ്ടോ? മഴവില്ല് നല്ല രസമല്ലേ കാണാൻ? ഇതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അലങ്കരിച്ച് കുട്ടികളെ കൊണ്ട് തന്നെ അത് ഡെക്കറേറ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറികളെയൊക്കെ തോട്ടങ്ങൾ ഉണ്ടാക്കാം. കുട്ടികളെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. അവരുണ്ടാക്കിയ തക്കാളി അവർ കഴിക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ലേ അല്ലേ? അങ്ങനെ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ഒരു ഹാബിറ്റ്, ഒരു കൾച്ചർ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. അപ്പം ഈ മഴവിൽ വർണ്ണങ്ങളിൽ എങ്ങനെയാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കുക? ഇപ്പം പച്ച നിറത്തിലുള്ള ഒരു വെജിറ്റബിൾ ഏതാണ്? കൈപ്പങ്ങ. ഓക്കെ, വെരി ഗുഡ്. മഞ്ഞ നിറത്തിലോ? ഓറഞ്ച് അല്ലേ? ഓറഞ്ച്. പംകിൻ. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. ക്ലാപ്പ് അടിക്കും ടീച്ചർക്ക്. പിന്നെ ബ്ലൂ കളറിൽ, ഗ്രീൻ, യെല്ലോ, ഈ കളറിലൊക്കെ ഉള്ള പല കളറിലും കിട്ടും. ഈ വ്യത്യസ്ത വർണ്ണത്തിലുള്ളതെല്ലാം ഒരു 30 ഐറ്റംസ് പല രീതിയിൽ ഒരാഴ്ചയിൽ എത്തിയെന്ന് ഉറപ്പാക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളെ കുട്ടികളെ കൺമുമ്പിൽ കാണുന്ന ലെവലിൽ ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സൂക്ഷിക്കാം. ബിസ്ക്കറ്റ് മറ്റ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറയുക? കുട്ടികൾ കാണാത്ത രീതിയിൽ വെക്കുക. കണ്ണിൻ്റെ മുമ്പ് കണ്ടാൽ അങ്ങനെ തിന്നാൻ തോന്നും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കണ്ണിൻ്റെ മുമ്പ് കണ്ട് തിന്നോട്ടെ, കുഴപ്പമില്ല അല്ലേ? കക്കരിക്ക, ക്യാരറ്റ്, തക്കാളി ഒക്കെ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു സാലഡ് ആക്കി വെച്ച് നോക്ക്. കുട്ടികളത് എത്ര കഴിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് പൊണ്ണത്തടി ഒന്നും വരില്ല. അപ്പോൾ ഈ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് കുട്ടികളുടെ മസ്തിഷ്കത്തിൻ്റെ ഡെവലപ്മെൻറ്റിന്, കുട്ടികൾക്ക് ഒരുപാട് ഇതുപോലെ രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ ആവശ്യമാണ്.
പിന്നെ കുട്ടികൾ ആരെ നോക്കിയാ പഠിക്കുന്നത്? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഒരു ക്ലാസ് ടീച്ചർമാരെ നോക്കി പഠിക്കും കേട്ടോ. ഇവിടെ ടീച്ചേഴ്സിന് യൂണിഫോം ഉണ്ട്, യൂണിഫോം ഉണ്ട്. നിങ്ങളിന്ന് കോഡ് ഇട്ടതാ? ആ ഓക്കെ ഓക്കെ, ആ ഓക്കെ ഓക്കെ, ഒരു ക്ലാപ്പ് പഠിക്കും. ഇതാണ് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഐക്യം. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഈ ഭക്ഷണം കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ നമ്മൾ ഇല്ലാതാക്കണം. അപ്പോൾ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനൊക്കെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ എത്ര നിർബന്ധമാണ്. ഇപ്പോൾ മധുരപലഹാരങ്ങൾ നമ്മൾ ഒരുപാട് കൊടുക്കും കുട്ടികൾക്ക്. ഈ പെപ്സി, കോള, ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ വിചാരിക്കും ഈ ചിക്കന് മട്ടന് തന്നെയാണ് ഡേഞ്ചർ, അതിലേറെ ഡേഞ്ചറാണ് ഈ മധുരപലഹാരങ്ങൾ തന്നെ. ഒരിക്കലും നമ്മൾ മധുരപലഹാരങ്ങളല്ല, മധുരപാനീയങ്ങൾ ഒരിക്കലും അത് കുട്ടികളെ കൊണ്ട് കൊടുക്കരുത്. നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ്, ഇപ്പം നമ്മൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്ത്, അല്ലെങ്കിൽ നട്ട്സ്, സീഡ്സ്, അല്ലെങ്കിൽ നിലക്കടല, ഇതുപോലത്തെ സംഭവങ്ങൾ കഴിപ്പിക്കാൻ നോക്കുക കുട്ടികളെ കൊണ്ട് മാക്സിമം. നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ സ്നാക്സ് ആയിട്ട് നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു 7-Up പെപ്സിയൊക്കെ ഒരു വർഷത്തിലൊരിക്കൽ പോലും കഴിക്കരുത് എന്നാണ് പറയും. അത്രയ്ക്ക് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണം. ഇപ്പോൾ ചിക്കൻ വേണമെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം കഴിക്കാം, കുഴപ്പമില്ല. ഇറച്ചി വേണമെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കഴിക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ദിവസം ഒരു 6 നേരം കഴിക്കണം. അതാണ് നമുക്ക് വേണ്ട ഒരു ഹെൽത്തി ഭക്ഷണത്തിൻ്റെ ചാർട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ പാനീയങ്ങളുണ്ടല്ലോ, ഈ കോള പാനീയങ്ങൾ, ഇത് വർഷത്തിലൊരിക്കൽ പോലും പെർമിഷൻ ഇല്ലാത്ത സംഭവമാണ്. നമ്മൾ കുട്ടികളൊക്കെ ഡെയിലി പോയി വാങ്ങി കഴിക്കുന്നത്. അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഫാറ്റി ലിവർ ഇല്ലാത്ത ഒരു കുട്ടീനെ കാണാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടേ കാണുമായിരുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും സ്കാൻ ചെയ്ത ഫാറ്റ് ലിവർ കാണും. ഇതിന് കാരണം എന്താണ്? നമ്മൾ അമിതമായിട്ട്, പിന്നെ അതുപോലെ തന്നെ വലിയൊരു അപകടമാണ് നമ്മളെ തൊലി കളഞ്ഞ അരി കഴിക്കുക എന്നുള്ളത്. നാരില്ലാത്ത അരി, അല്ലേ, തവിടില്ലാത്ത അരി, അതും കുറച്ച് അപകടം പിടിച്ച സംഭവമാണ്. അതിനേക്കാൾ നമ്മളെപ്പോഴും കുട്ടികൾക്ക് റാഗി അല്ലെങ്കിൽ മട്ടരി ഇതുപോലത്തതൊക്കെ കൊടുക്കുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ലത്. കുട്ടികൾ നമ്മൾ മോഡൽ ചെയ്യല്ലേ ചെയ്യാം, അല്ലേ ടീച്ചറെ? ഇനി അടുത്തത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ സമയം അല്ലെങ്കിൽ സ്ക്രീൻ ടൈം നമ്മൾ റെഡ്യൂസ് ചെയ്യണം. കാരണം ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് സംബന്ധിച്ചോളം അത് നമുക്ക് ആവശ്യമുള്ളൊരു ടൂളാണ്, അല്ലേ ടീച്ചറെ? ഒരു ടൂളാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതമല്ല. പലപ്പോഴും കുട്ടികൾക്ക് മോനെ നീ എത്ര സമയം ഒരു ദിവസം ഫോൺ ഉപയോഗിക്കും? എത്ര സമയം ഉപയോഗിക്കും ഫോണ്? കുറച്ച് നേരം ഉപയോഗിക്കുള്ളൂ. ഒരു ക്ലാപ്പ് പിടിക്ക്. നീയോ? കാണ, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് പിടിക്ക്. എത്ര സമയം ഉപയോഗിക്കും ഫോണ്? എത്ര സമയം ഫോൺ ഉപയോഗിക്കും? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? വീട്ടിൽ ഫോൺ ഉപയോഗിക്കാത്തൊരു സമയം ഉണ്ടാക്കിയേക്കണം, തീരെ ഫോണില്ലാത്തൊരു സമയം. എന്നിട്ട് കുട്ടികളെ കൊണ്ട് അതൊരു ചലഞ്ചായിട്ട് എടുക്കുക. എത്ര സമയം നിങ്ങൾ ഫോണ്, കാരണം കുട്ടികൾക്ക് എപ്പോഴും ഈ ഗെയിം സ്പിരിറ്റാണ്, എല്ലാ കാര്യത്തിലും ഗെയിം സ്പിരിറ്റാണ് അവരുണ്ടാക്കുക. അപ്പോൾ എത്ര സമയം നീ ഇന്ന് ഫോണില്ലാതെ നിന്നു എന്നുള്ള രീതിയിൽ ഒരു ചലഞ്ചാക്കി എടുക്കുക. രക്ഷിതാക്കളും ചില സമയത്ത് ഓഫാക്കി വെക്കും. രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുക, നേരെ ഫോൺ ഓഫാക്കി വെക്കണം. ഇപ്പോൾ ഡിജിറ്റൽ വെൽബീയിങ് എന്നൊരു ആപ്പ് ഉണ്ട്. ഞാനൊക്കെ 10 മണി കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റൽ വെൽബീയിങ്ങിൽ ആപ്പ് വെച്ചിട്ട് ഞാൻ സാധാരണ നെറ്റ് ഉപയോഗിക്കുന്ന ഫോൺ ഞാൻ ഓഫായി കളയും. അപ്പോൾ പിന്നെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പൈസ അടക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ എന്തായാലും പിന്നെ നോക്കൂല. അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മൾ ഫോണിൽ അധികം ഉപയോഗിച്ച് തരുന്ന കുട്ടികൾക്ക് എന്താ പ്രശ്നം? എന്താ പോലെ പ്രശ്നം ഉണ്ടാകുക? പറ. അധികം ഫോണിൽ ഇങ്ങനെ നോക്കി എന്തായിരിക്കും? ഇവരുടെ പേരെന്തേനും? ഷാഹുൽ ഹമീദ്. നമ്മളെ ഗ്രേറ്റ് ഷാഹുൽ ഹമീദ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പറയൂ, ഫോൺ അധികം ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം? നിന്റെ കണ്ണിന് എന്താ പ്രശ്നം? വെരി ഗുഡ്. ഒരു ക്ലാപ്പ് പിടിക്ക്. പിന്നെന്താ പ്രശ്നം നിനക്ക്? കാഴ്ച കുറയും, അല്ലേ? ഡ്രൈ ആയി, കണ്ണിൻ്റെ ഡ്രൈനെസ് കുറയും. പിന്നെ ഈ ഓരോ ഫോൺ വരുമ്പോഴും, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ
താരതമ്യപ്പെടുത്താനുള്ള ഒരു പ്രേരണ കുട്ടികൾക്ക്, മറ്റു കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്താൻ. അവനിതുണ്ട് ഇവനിതുണ്ട് അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് കുട്ടികൾക്ക് ഡിപ്രഷന് ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ ഇതൊക്കെ വരും അല്ലേ. പിന്നെ ഈ ബ്ലൂ സ്ക്രീൻ എന്ന് പറയും, നമ്മൾ മെലാനിൻ എന്ന് പറയുന്ന മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും. അതെന്താക്കും, നമ്മളെ ഗ്ലാമർ കുറക്കോ കൂട്ടോ? ഗ്ലാമർ കുറക്കും അല്ലേ. അപ്പം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശരിക്കും കുട്ടികൾ ഉപയോഗിക്കേണ്ട ഒരു സ്ക്രീൻ ടൈം എത്രയെന്നറിയോ? 3 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഒരു 0 ടൈമേ നമ്മൾ സ്ക്രീൻ കൊടുക്കാൻ പാടുള്ളൂ. കുട്ടി ജനിച്ച ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുട്ടീൻ്റെ കയ്യിലുള്ള ഫോൺ ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് കുട്ടീൻ്റെ കയ്യിലായിട്ട് കൊടുക്കുക. 3 വയസ്സ് നിയമം അങ്ങനെയാണ്. 3 വയസ്സുള്ള കുട്ടിക്ക് എത്ര സമയമാണ് കൊടുക്കാൻ പറ്റുക? ഉറക്കം പറ, ഉറക്ക എല്ലാവരോടും ഉറക്കം പറ. 0 അല്ലേ, അത്രേ പാടുള്ളൂ എന്നാണ് നിയമം. 3 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഒരു ദിവസം എത്ര സമയം കൊടുക്കാം? 30 മിനിറ്റ്. 12 തൊട്ട് 21 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എത്ര കൊടുക്കാം? 1 മണിക്കൂർ പെർ ഡേ. 21 വയസ്സ് കഴിഞ്ഞാൽ മാക്സിമം 2 മണിക്കൂർ പെർ ഡേ. മനസ്സിലായില്ലേ? ഇത് സോഷ്യൽ മീഡിയ അതൊക്കെയാണ്. പഠിക്കുന്ന കാര്യത്തിൽ പിന്നെ വിട്ടുവീഴ്ച ചെയ്യാമല്ലോ ഇതിൽ. അപ്പം കുട്ടികൾ ഈ ഫോണിൽ കളിക്കുന്നതിന് പകരം കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ആൾട്ടർനേറ്റീവ്സ് കൊടുക്കുക. വേണമെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ്, എന്തെങ്കിലും റീഡിങ്, എന്തെങ്കിലും ആർട്ട്, എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഹോബികൾ. അപ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളെ സ്ക്രീൻ ടൈമാണ് കൊടുക്കേണ്ടത് അല്ലേ. ഇനി അടുത്തത് നമ്മൾ കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് എന്താണ്? എവർലാസ്റ്റിംഗ് ലവ്. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രൈസൊക്കെ കിട്ടിയപ്പോൾ എന്തെങ്കിലും സമ്മാനം കൊടുത്ത രക്ഷിതാക്കളുണ്ടോ? എന്താ കൊടുത്തത്? പൈസ. വെരി ഗുഡ്. വേറെ എന്താ കൊടുത്തത്? എന്തെങ്കിലും അങ്ങനെ കൊടുത്തവരുണ്ടോ? പുസ്തകം. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്ക്. എന്താ കൊടുത്തത്? പിന്നെ ഒരു ക്ലാപ്പ് കൊടുക്കുക. എല്ലാവർക്കും ഓരോ ക്ലാപ്പ് കൊടുക്കുക. ഓക്കെ. എന്തായാലും ഇവർ കൊടുത്തതൊക്കെ നല്ല ഗിഫ്റ്റാണ്. പക്ഷേ ഈ കുട്ടി ഓർക്കുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ഇതൊക്കെയാണോ? ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താണ്? സ്നേഹം, മൂല്യങ്ങൾ അല്ലേ, കരുണ, ദയ, ഇതുപോലത്തെ ഒരുപാട് മൂല്യങ്ങൾ ഇല്ലേ. അവരിൽ ഉണ്ടാക്കിയ ഒരു വൈകാരികമായൊരു കണക്ഷനാണ് അവരോർക്കുക. ഇപ്പോൾ ഇവർ ബുക്ക് കൊടുത്തു എന്ന് പറഞ്ഞു, ആ പുസ്തകം കൊടുക്കുന്നതല്ല അവർ റിസീവ് ചെയ്യുന്നത്. ആ പുസ്തകം കൊടുക്കുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു പ്രേരണ സൃഷ്ടിക്കുകയാണ് അല്ലേ. പണം കൊടുക്കുമ്പം അവർക്ക് ഒരു സമ്പന്നനാവാനുള്ള പ്രേരണ പിടിക്കുകയാണ് അല്ലേ. അതല്ല ഉദ്ദേശിച്ചത്. നീ പേന കൊടുക്കുമ്പോഴും പഠിക്കുക. ഇവിടെ നിന്ന് തൊട്ട് ഇനി പണം കൊടുക്കൂല, ഇനിയിപ്പോൾ ഇതായിരിക്കും കൊടുക്കുക, പേനായിരിക്കും കൊടുക്കുക. അപ്പം എന്താ വെച്ചാൽ ആ ഒരു എമോഷനാണ് അവർക്ക് ബാക്കിയാവുക. ആ ഇൻസ്പിറേഷൻ, നമ്മളാ കൊടുക്കുന്ന ആ പ്രചോദനമാണ് അവർ ബാക്കിയാക്കുക. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടിച്ചിട്ട് നിങ്ങൾ കുട്ടിയോടൊപ്പമുള്ള ഏറ്റവും നല്ലൊരു നിമിഷം ഒന്ന് ചിന്തിക്കാം. ഏറ്റവും നല്ലൊരു നിമിഷം ചിന്തിച്ചോ? ഓക്കെ, നമുക്ക് കുറച്ച് ബാക്കിൽ പോയി ചോദിക്കാം. ഇവിടെ മിണ്ടാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ചിന്തിച്ചില്ലേ? ചിന്തിച്ചോ? എന്നാ പറഞ്ഞു, ഏത് നിമിഷമാണ് നീ ചിന്തിച്ചത്? പറ പറഞ്ഞു. ഏറ്റവും ഏതാണ് മുഹൂർത്തം? പറ. പോകരുത്. പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് നഷ്ടമായിരിക്കും. അതുകൊണ്ട് ആരും തന്നെ പോകരുത്. ഇനി എത്ര സമയം? 2-3 മിനിറ്റ് വരെ. മതി. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് എന്തൊരു പേഷ്യൻസ് കൊടുക്കുന്നേക്കാളും നമ്മൾ ഇതുപോലത്തെ വൈകാരിക മുഹൂർത്തങ്ങളാണ് നമ്മൾ കൊടുക്കാൻ നോക്കേണ്ടത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത കണ്ടൻസ്
ഏത്? ആ ഓക്കെ 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 മേലോട്ട് പോയി പോകാം. ആ കുഴപ്പമില്ല. ഏതായാലും എനിക്ക് തോന്നുന്നു ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് സമയം ഉണ്ടാവില്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ. ഏതായാലും ഇത് ഞാൻ മാഷ് എന്ന് ഇന്ന് ഇതിന് കണ്ടന്റ് പ്രിപ്പയർ ചെയ്തപ്പം ഏതാണ്ട് 80 പേജുണ്ട്. ഇനി ഞാനതൊരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ഈ കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട്. അതല്ല നല്ലത്. എന്തായാലും ഫ്രീ ആയിട്ട് ആർക്കും വായിക്കാൻ പറ്റുന്ന PDF പുസ്തകമായിട്ടേ ഞാൻ പബ്ലിഷ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഏതാണ്ട് പുസ്തക രൂപത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഒരു പഠനം. എൻജോയ് ചെയ്താൽ, ഇതുകൂടി ഞാൻ പറഞ്ഞുതരാം, പഠനം എൻജോയ് ചെയ്താൽ ഇന്നൊരു 200 പേജ് ബുക്ക് എഴുതാൻ നമുക്കൊരു മണിക്കൂർ മതി. അത്രയും ചെറിയൊരു സമയം മതി. ഞാൻ ഇതിനു വേണ്ടി 3-4 വലിയ വലിയ പാരൻറ്റിങ് ബുക്സ് ഡൗൺലോഡ് ചെയ്തു. അതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി അതിനെ നിങ്ങൾ ഇടവണ്ണത്തിലെ EOLPS സ്കൂളിലെ രക്ഷിതാക്കൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചു. അവസാനം അത് എൻ്റെ ഒരു കണ്ടൻ്റ് ആക്കി അതും കൂടെ തന്നു. ഇനി ഒന്നും ചെയ്യാനില്ല, എനിക്കതും കൊണ്ട് നേരെ പകർത്തി ഒരു PDF ബുക്കാക്കുക, അതിൽ 2-3 ചിത്രങ്ങൾ ഇടുക, കഴിഞ്ഞു. ഇത്രയും എളുപ്പമാണ് ഇന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കരുത് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നല്ലോ നമ്മളെ കുട്ടികളുടെ ഭാവി എന്താവും. എന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും ഇതിനൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യന്മാരോടെ വേണ്ടേ? എന്തായാലും എന്തിനേക്കാളും മുൻപന്തിയിൽ നമ്മളായിരിക്കും. അതിൻ്റെ വേഗതയിൽ നമ്മളെ കുട്ടികളെ ഓടാൻ നമ്മൾ സമ്മതിക്കാം, പഠിക്കാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാം. ഓക്കെ, ബാക്കി ഞാൻ പുസ്തകമായിട്ട് മാഷൊക്കെ ഇട്ട് കൊടുക്കാം, PDF ആയിട്ട്. ഓക്കെ.